ഹലോ നമസ്കാരം, എല്ലാവർക്കും dcooks and bakesലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെജ് പുലാവിൻ്റെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ഐറ്റമാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ അതിനായിട്ട് 1 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ലോങ് ഗ്രെയിൻ റൈസാണിത്. നല്ലപോലെ ഇത് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകണം. എന്നിട്ട് വേണം ഇത് വെള്ളത്തിലിട്ട് വയ്ക്കാൻ. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ സോക്ക് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുതിർന്നതിന് ശേഷം അരി കഴുകരുത്. അപ്പോൾ പിന്നെ അരിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ഈ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിനി ഇതൊരു അരമണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. അരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കാം. റൈസ് എപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ ഉണ്ടാക്കുകയായിരിക്കും നല്ലത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ ഓയിലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൽ മാത്രം വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ ഇത് ബട്ടറിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബട്ടറെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ ഓയിലെല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു 2 കരയാമ്പൂ കൂടി ഇട്ട് കൊടുക്കാം. കരയാമ്പൂവിൻ്റെ എണ്ണം കൂടണ്ട. പിന്നെ ഇത് ജാതിപത്രിയാണ്. അതിൻ്റെ ഒരു 2 സ്റ്റാൻസ് ഇട്ടിട്ടുണ്ട്. ഇത് റൈസിന് നല്ല ഫ്ലേവർ കൊടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു ബേ ലീഫ് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണുള്ള, അതായത് ഒരു 10-20 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ടാണ് ഒരെണ്ണം ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതൊരു 2 മിനിറ്റോളം നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റണം. മുരിഞ്ഞൊന്നും പോകണ്ട, കളറും മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇത് മുരിയാൻ പാടില്ല. അപ്പം ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഗ്രീൻ പീസും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതെല്ലാം കൂടെ 2 ടേബിൾ സ്പൂൺ വെച്ച് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് വെജിറ്റബിൾസും ചേർക്കാം. കോളിഫ്ലവറോ പൊട്ടറ്റോ ഒക്കെ ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റോളം നമുക്കൊന്ന് ഇതിൽ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ റൈസ് പൊട്ടാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. നമ്മൾ ഈ ചോറ് വറ്റിച്ചെടുക്കുന്നതാണ്. ഈ അളവ് പെർഫെക്റ്റാണ്.
ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഫുൾ ഫ്ലെയിമിൽ നല്ലൊരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ റൈസ് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ ഒന്നിൽ തൊടാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചൊരു 10 മിനിറ്റ് നേരം വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാവും. അപ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമ്മുടെ റൈസ്, നല്ല ടേസ്റ്റോട് കൂടിയിട്ട്. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് പുലാവ് ഉണ്ടാക്കാൻ പറ്റും. ഈ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.